പച്ചപ്പും ഈ പ്രകൃതിന്റെ ഈ രസങ്ങളൊക്കെ കാണാൻ തന്നെ സത്യം പറഞ്ഞാൽ അൽഹംദുലില്ലാ. കാറിക്കാര് ചൂടുണ്ട്, ഹീറ്റർ ഓണാക്കി ചൂടുള്ളവര്. നമ്മളിപ്പോ ഹട്ടിയിലുള്ളത് അവിടെ നമ്മളെ നാട് കാണി ചുരം കയറിയാല് കാണുന്ന സാധനം അല്ലേ, അടിപൊളി. നമ്മൾ എന്തിനാ വന്നേ? റിവ്യൂ പറയാം. നമ്മൾ എന്തിനാ വന്നേ? എന്നാ കാണിച്ചെടുത്ത റബ്ബിന്റെ അനുഗ്രഹം നീട്ടി ഇങ്ങനെ നോക്കിയാണ് അല്ലേ. അവിടെ ആ താഴത്തെ തൈല കാണിച്ചെടുക്കുക. ഈ പച്ചപ്പും ഈ പ്രകൃതിന്റെ ഈ രസങ്ങളൊക്കെ കാണാൻ തന്നെ സത്യം പറഞ്ഞാൽ അൽഹംദുലില്ലാ അല്ലേ. ഇപ്പോ ദുനിയാവില് പടച്ചോൻ ഇത്രക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ പടച്ചോന്റെ സ്വർഗം എന്തേക്കരല്ലേ. നമ്മളെന്താ പറയും, ദുനിയാവിലുള്ളത് പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഡ്യൂപ്ലിക്കേറ്റാന്ന് പറയും നമ്മള്. ദുനിയാവിലുള്ള സംഭവങ്ങളൊക്കെ സ്വർഗത്തിലാണ് ഇതിന്റെ ഒക്കെ ഒറിജിനൽ. നമുക്ക് ഇത്രയ്ക്ക് ഇവിടെ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒറിജിനലുള്ള സംഭവം എന്തെങ്കിലും അടിപൊളിയാക്കരം അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഇതിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ എൻ്റെ ഉസ്താദൊക്കെ പറയട്ടോ, ഉസ്താദൊക്കെ പറഞ്ഞ സംഭവമാണ് എന്താ വെച്ചാല്, പിന്നെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓരോന്നും ഇങ്ങനെ കാണുമ്പോൾ അല്ലാഹു തആല ദുനിയാവിൽ സൃഷ്ടിച്ച സെട്ടിപ്പാണ്. ഇങ്ങനെ നോക്കും പറയും, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പറയാം അവിടെ ഉസ്താദിന്റെ ഒരു വലിയൊരു സംഭവമാണത്. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയണൊക്കെ സത്യം പറഞ്ഞാൽ. അപ്പൊ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ വരും റബ്ബിന്റെ സൃഷ്ടി, അതിന്റെ അനുഗ്രഹങ്ങൾ, അതിന്റെ സൗന്ദര്യം. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളിതൊക്കെ ശരിക്കും കാണണമെന്നാണല്ലോ. ദുനിയാവിൽ പടച്ചോൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് നമ്മൾ പറയില്ല, ഇപ്പൊ നമ്മള് റീൽസിലൊക്കെ തന്നെ കാണലുണ്ട്, ദുനിയാവിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് ഇത് കാണാതെ എങ്ങനെ നമ്മള് മരിച്ചു പോകാൻ പറ്റുമോ അല്ലേ. നമ്മള് ചോദിക്കലുണ്ട് അങ്ങനെ, സ്വാഭാവികം. അടുത്തെന്താ കമ്പം കഴിച്ചണം അല്ലേ, കമ്പം കഴിക്കണം ആണ്. അല്ലാഹു തആല ദുനിയാവിൽ തന്നല്ലേ അല്ലേ കമ്പം. ഇവിടെ ചെക്ക് പോസ്റ്റ് ഇവിടെത്തി. ആ സാധനം ഇത് നേരെ വയനാടല്ലേ? ആ ഇത് വയനാട് പന്തല്ലൂര്. ഇപ്പൊ ചെക്ക് പോസ്റ്റിലെത്തി. ഞാന് ഇപ്പൊ കഴിഞ്ഞ ദിവസേ നിങ്ങൾ വന്നപ്പോ പിന്നെ ഞങ്ങൾ പോരുന്ന സമയത്ത് ഇങ്ങോട്ട് പോരാട്ടോ. അപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനുണ്ട് മൂത്തരത്ത് നമ്മളെ പഠിപ്പിച്ച കുട്ടികളുണ്ട്, ചെക്കന്മാരുണ്ട്. അവിടുന്ന് നമ്മളിങ്ങനെ പോന്നപ്പോ എല്ലാ വണ്ടി ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതില് സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയാണ്. ഒപ്പല്ലോന് ലൈസൻസ് ഓന് എടുത്തിട്ടില്ല കയ്യില്. അപ്പൊ ഇനിയിപ്പോ പോണില്ല തോന്നുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത്, പിന്നെ എന്താ കാട്ടോ ഇങ്ങനെ ചോദിക്ക. ഇങ്ങനെ സത്യം പറഞ്ഞാൽ ആയത്തിനെ കുറിച്ച് എഴുതിട്ടോ. പിന്നെ സത്യം നീയത്ത് തന്നെയാണ്, ഇവിടുത്തെ കുടുങ്ങരുതേ എന്നുള്ളതാണ്. സത്യം പറയാ കയ്യാട്ടിയില്ല. ഇവിടെ നേരെ വന്ന് ചായ അടിച്ചു, എണ്ണടിക്കാൻ വേണ്ടിട്ട് പോയി, എണ്ണടിച്ചു പോന്നു. അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് പോയപ്പോഴും എന്തായില്ല, കയ്യാട്ടിച്ചില്ല. പിന്നെ ഇങ്ങോട്ട് പോരുമ്പോ അല്ലാണ്ട് കാട്ടിലും ഉണ്ട് അല്ലേ? കാട്ടില്ലല്ലോ, ഇല്ല. അവിടുന്ന് ഇറങ്ങുമ്പോ എല്ലാം ചെയ്യും. അതിൽ പിന്നെ താഴത്തെത്തിയിട്ട് സത്യത്തിൽ എണ്ണല്ല, അതിൽ താഴത്തെത്തിയിട്ടാണ് പിന്നെ എന്ത് ചെയ്യണത്, എണ്ണ അടിച്ചിട്ടില്ലല്ലോ ഓർമ്മയാണ്. പിന്നെ വന്നു ഒറ്റ പറഞ്ഞു, അതേ ഇതിലൊക്കെ ഓതി. ഒന്നല്ല, നമ്മുടെ ആയത്തിനെ കുറിച്ച് മതി. എല്ലാത്തിനും പറ്റുന്ന വലിയൊരു മരുന്നാണ് ആയത്തിനെ കുറിച്ച്. നമ്മുടെ വിഷമങ്ങള്, സങ്കടങ്ങള്, പൈശാചിക ബുദ്ധിമുട്ടുകൾ, ഇതിനൊക്കെ പറ്റുന്ന സംഭവമാണ്. അപ്പൊ ആയത്തിനെ കുറിച്ച് മതി. ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു കയ്യാട്ടിയില്ല കേട്ടോ. പോലീസ് ഇങ്ങനെ അടുത്തേക്ക് വന്നു, അതിനെ പറഞ്ഞു പെട്ടു വെച്ചു. ഇങ്ങനെ വരും, പിന്നെ അങ്ങനെ പോണി കണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടോ, സത്യം പറഞ്ഞാൽ ആയത്തിനെ കുറിച്ചിന്റെ ഒരു പറഞ്ഞ അയക്കണം അതൊക്കെ. നമ്മള് കമ്പം എവിടെ? സ്ഥലം കൂടി വൈബാണ് അല്ലേ? ഇവിടെ അതിന് ഇവിടെ സാധനം ഇല്ലല്ലോ, ശരി രസമല്ല. താഴത്ത് വേറുണ്ടോ? അവിടെ നല്ല പുക വരുന്നുണ്ടല്ലേ ഒറ്റക്ക്, അത് നല്ലൊരു വെളിച്ചവും ഓപ്പൺ സ്പേസ് കഴിഞ്ഞിട്ടില്ല. എവിടെ നമ്മള് പറഞ്ഞ താഴത്ത് പറഞ്ഞേ? ഇനി നമുക്ക് എവിടെ കാണാം? അല്ല, കമ്പത്തില് കാണാം. കമ്പം ഇതെന്തിനാ? ഇതെങ്ങനെ കരിച്ചിക്കണ്? അടുത്തടുത്ത്
ചൂടാണ് കഴിക്കുന്ന സാധനം തരും. പാത്രത്തിലല്ലേ അപ്പൊ നമ്മളെ കമ്പ റെഡി ആയിക്കുണ്ടോ? കമ്പം കാണിച്ചു കമ്പം റമീസ് ഷോ അല്ല അതൊക്കെ എങ്ങനെ തിന്നാ? വേണ്ട വേണ്ട എത്ര? 150. രസം ഇന്നത്തെ യാത്രയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നല്ല ഞാനൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ വിളിച്ചു, എന്താ പരിപാടി, വീട്ടിലേതാ വണ്ടിയിൽ ചോദിച്ചു. അസർക്ക് വരാ ചായ ഞാൻ അസർക്ക് വരാന്ന് പറഞ്ഞാണ്ട് നിന്നതാണ്. അസർസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്കര പോയി ചായ അടിക്കാന്നുള്ളൊരു മൈൻഡില് അങ്ങനെ നിന്നതാണ്. ആ ചായയുടെയാണ് ഇപ്പൊ ഇവിടെ ചുരത്തിന്റെ മേലെ നാടുകണി. അതെന്താ ചെയ്യാൻ ഒന്നുമില്ല. ഉസ്താ വിളിച്ചു, എവിടെ എന്താ പരിപാടി ചോദിച്ചു. ഇപ്പൊ അങ്ങനെ വന്നു. വന്നിട്ട് എന്താക്കി ഉസ്താ പറഞ്ഞു ചുരത്തുമ്പോ പോവാറുണ്ട്. അപ്പൊ അങ്ങനെ പോയി. എല്ലാം ഭയങ്കര നല്ല ഇത് തന്നെയാണ്. പിന്നെ നല്ല മഴയും കിട്ടി, നല്ലൊരു ചാറ്റൽ മഴയും കിട്ടി. കാലാവസ്ഥ അനുകൂലേനി, ഒന്നിനും ഒരു കുറവില്ലേനു. റമീസ് പറഞ്ഞ എന്താ പറയാല്ലേ, വന്നത് ഹാപ്പിയാണ്, സന്തോഷാണ്. ഇന്നത്തെ യാത്ര എങ്ങനെ ഉണ്ടായത്? ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റി, നല്ല നല്ല അടിപൊളി സ്ഥലങ്ങൾ, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ. പൊതുവെ യാത്രനെ കുറിച്ച് എന്താ അഭിപ്രായം? പൊതുവേ യാത്ര പോണതിനെ കുറിച്ച് ഞാൻ യാത്ര ഇഷ്ടപ്പെട്ട ആളാണ്. എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടം. കാരണം ഓരോ സ്ഥലത്തേക്ക് പോവാ, അവിടുത്തെ പിക്ചേഴ്സ് ക്യാപ്ചർ ചെയ്യുക, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ഞാൻ യാത്ര സ്നേഹിക്കണ അതിനൊന്നും കുഴപ്പമില്ല. അവസ്ഥ പൊതുവേ ഞമ്മക്ക് പറഞ്ഞ ഒറ്റ മൈൻഡാണ്. ആരങ്ങോട്ട് വിളിച്ചാലും പോവുക, അങ്ങനത്തെ ഒരു ഇതുള്ളൂ. നമുക്ക് ആകെ എല്ലാ ലൈഫ് കുറച്ച് ലൈഫല്ലേ, മാക്സിമം എൻജോയ് ചെയ്യാ. എന്താ പറയാ, നമ്മള് പണ്ട് ഊട്ടി പോയില്ലേ, ഇഷാസ്കാരം കഴിഞ്ഞിട്ട് ഒരു ചുമക്കില്ല ഒരു കപ്പ് സിറപ്പ് അങ്ങനെ ഇറങ്ങിയതാ. ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ ഊട്ടി എത്തി. ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡന്റെ അവിടെ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി മേലക്ക് വരാ. ചായ കുടിക്കാൻ നാടാണിക്ക് ഇറങ്ങിയ. പിന്നെ ചായ എവിടെ കുടിച്ചേ? പിന്നെ ചായ കുടിച്ചത് ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ. 100 ചായക്ക് 2500 ഡീസൽ അടിച്ചിട്ടാ പോയെ. അത് എപ്പോഴാണ് പോയത്? അത് രാത്രി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇവിടുന്ന് പോണത്. പിന്നെ ചായ അടിച്ചു തരാന്ന് പറഞ്ഞാണ്ട് പിന്നെ തിരിച്ച് കറക്റ്റ് എപ്പളാ? അന്ന് 5:32 സുബൈന്റെ വാങ്ങി. 5:20 പള്ളിക്കമ്പളെത്തി. അതൊരു സത്യം പറയാലോ, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ യാത്ര. അങ്ങനത്തെ ഒരു യാത്രയാണ്. അത് ഭയങ്കര ആസ്വദിച്ചുകൊണ്ടോ അന്നത്തെ യാത്ര? തണുപ്പ്, അതൊക്കെ തണുപ്പിന്റെ സമയാണ്, നല്ല തണുപ്പിക്കണ സമയാണത്. ചൂടിട്ടാൻ വേണ്ടി നമ്മള് കാറിക്കാരി ചൂടുണ്ടെങ്കിൽ ഹീറ്റർ ഓണാക്കി ചൂടുള്ളവര് ആ തണുപ്പൊന്ന് പോകാൻ വേണ്ടിട്ട് അല്ലേ? എൻജോയ് ചെയ്യാം നല്ല രീതിയിൽ, നല്ലപോലെ. റമീസ് എന്ന് പറയുന്നത് ചെറിയ ലൈഫാണ്. ഒരുപാട് നല്ല നല്ല മൊമെന്റുകളുണ്ട്, ഒക്കെ യൂട്ടിലൈസ് ചെയ്യാം പരമാവധി. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. എടാ, ഇവിടെ ഈ വളവ് കഴിഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചുരം കയറുമ്പോ ഇങ്ങനെ ശ്രദ്ധിക്കലുണ്ട്. ഒരു വണ്ടി, അതേതാ വണ്ടി കണ്ടു? ഞാൻ ആ വണ്ടി കാണുമ്പോ ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ പ്രതീക്ഷകരപ്പ വണ്ടി എന്ന് പറയുന്നത്. ചിലപ്പോ അല്ലേ? ഉണ്ടാക്കിയ അത് കാണിച്ച വണ്ടി കത്തിക്കാണ് സംഭവം അല്ലേ? കൊറേ ആയിക്കോടെ കിടക്കാൻ തുടങ്ങിയിട്ട്. കൂടുതൽ എങ്ങനെ വരുന്ന സത്യം പറഞ്ഞ ഞാൻ കരുതിട്ടോ. നോക്ക്,
മിക്ക റെനോൾട്ടിന്റെ ടെസ്റ്ററിന് ഈ വണ്ടിക്ക് വരുന്നുണ്ട് അത്. വണ്ടി ഓവർ ഹീറ്റ് ആവുമ്പോ കയറ്റം കയറുമ്പോഴോ എന്തെങ്കിലുമൊക്കെ അല്ലേ. എന്തായാലും സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ പ്രതീക്ഷകരപ്പ വണ്ടി അല്ലേ, ആ ഒരു വ്യക്തിന്റെ പ്രതീക്ഷ. അപ്പോൾ ഇത്രയും ആഗ്രഹിച്ചിട്ടേക്കര അയാളെ വണ്ടി എടുത്തിട്ടുണ്ടാവുക. ഇവിടൊക്കെ വന്നിട്ട് കത്തുമ്പോൾ അയാളെ അവസ്ഥ എന്തേക്കരല്ലേ. നമ്മള് വണ്ടി എടുക്കുമ്പോൾ അതിന്റെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടേക്കര നമ്മള് വണ്ടി എടുക്കുക. അടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുമ്പോഴുള്ള അവസ്ഥ പ്രശ്നമേ. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവം. ചില ആൾക്കാർ ലോണൊക്കെ എടുത്തിട്ടാണ് വണ്ടി എടുക്കുക. കയ്യിൽ ചിലപ്പോൾ വേറെ ഒന്നും ഉണ്ടാവില്ല, ജോലി ഉണ്ടാവും, അങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ടൊക്കെ. അപ്പോൾ അത് കത്തുമ്പോഴുള്ള ഒരു അവസ്ഥയെ ആലോചിക്കണത് അല്ലേ. കൺമുമ്പിൽ ഇങ്ങനെ കാണിക്കണം. സത്യം പറഞ്ഞത് അപകടങ്ങൾ, അതായത് നമ്മൾ പത്രത്തിൽ ഇങ്ങനെ ഒരു പിന്നെ സത്യം പറഞ്ഞ എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല കേട്ടോ. ഒരു ദിവസം കയറിയപ്പോഴാണ് ഞാൻ തന്നെ കണ്ട, വാർത്തയിലൊന്നും നമ്മൾ അങ്ങനെ ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കയറുമ്പോഴാണ് ഒരു ദിവസം ഇങ്ങനെ കയറിയപ്പോഴാണ് ഞാൻ അങ്ങനെ കണ്ടത്. പിന്നെ ഞാൻ എപ്പോഴും അവിടെ എത്തുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, അപ്പോൾ ആ വ്യക്തിന്റെ ഇത്രയും വലിയ സ്വപ്നേക്കരം ഈ സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോൾ അതിൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ കത്തേണ്ട സമയത്തൊക്കെ. ഇപ്പം നമ്മള് ചുരത്തുങ്കൽ മക്കാമ് അല്ലേ അവിടെയായിട്ട് നമ്മളെത്തിയത്. അസ്സലാമു അലൈക്കും യാ വലി അല്ലാഹു വന്നാ ഇൻഷാ അല്ലാഹു നമ്മൾ ആനമറി, അവിടെ ഇവിടെ എന്താ പറയുക, ആനമറി അല്ലേ മക്ക. പിന്നെ മുഹമ്മദ് സ്വാലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കാമ് അല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാലേ ഈ ചുരണ്ടാക്കണീൻ്റെ മുമ്പ് തന്നെ ഇവിടെ ഈ മക്കാമുണ്ട് എന്നുള്ളതാണ്. ചുരം ഉണ്ടാക്കുക ഒരുപാട് സംഭവങ്ങളൊക്കെ പറഞ്ഞേക്കാം. ആ മക്കാമൊക്കെ ഒരുപാട് ആൾക്കാർ പൊളിക്കാനും സംഭവങ്ങൾക്കൊക്കെ നിന്നിക്കണം, അതിന് കഴിഞ്ഞിട്ടില്ലെന്ന്. നമ്മളിവിടെയൊക്കെ പോയപ്പോൾ കയറി ഫാത്തിവതി തീർന്നിട്ടാണ് നമ്മൾ പോയത് അല്ലേ. മാഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ നേരെ ഇനി തായോട്ട് ചുരം. ഇപ്പൊ ഈ ചുരത്തിന് ഇവിടെ ഓരോ ഇതിന് പേരുണ്ടോ, അതോ ഇങ്ങനെ ഇന്ന വളവ് അങ്ങനെയാണോ? ഒന്നാം വളവ് രണ്ടാം വളവ് വളവുകൾ നിന്നാണല്ലേ. പിന്നെ അങ്ങനെ കയറി കൂടല്ലൂര്, നാടാണി കൂടല്ലൂര് അങ്ങനെ വരുമല്ലേ. അപ്പൊ അത് പിന്നെ ഇന്നത്തെ വ്ളോഗിന്ന് എന്തെങ്കിലും ചെറിയൊരു വ്ളോഗ് ചെയ്താണ് ഉപകാരപ്പെട്ടത് അന്ന് കമന്റ് ചെയ്യും. ആ വ്ളോഗിന്ന് എന്താണോ എന്തായിക്കോട്ടെ. ഇപ്പൊ നമ്മള് ചായ അടിച്ച ആ ഒരു വൈബ് നിൽക്കുക, ആ വൈബ് കിട്ടിക്കണെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മള് മക്കാവ് കണ്ടു അതൊന്ന് അങ്ങോട്ട് അവിടെ പോയിക്കണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, അട്ടി നമ്മള് പോയ സ്ഥലമാണ് അട്ടി, അത് നമ്മൾ ആ വീഡിയോയിൽ പെടുത്തും ഇൻഷാ അല്ലാഹ്. അവിടുന്ന് എന്താ കിട്ടി, എന്താ വൈബ്, എന്താണേലും എന്തായിക്കോട്ടെ, എന്ത് മൈന്യൂട്ട് എന്ത് ചെറിയ കാര്യങ്ങളാണേലും കമന്റ് ചെയ്യാം ഞങ്ങള്. നമ്മൾ ഈ ഒരു വിഷയം, ഈ ഒരു ചെറിയ വ്ളോഗിൽ നമ്മൾ ഇസ്ലാമികരമായിട്ടുള്ള കുറെ കണ്ടന്റ് ഉൾപ്പെടുത്തിയത് അല്ലേ. അപ്പൊ സത്യം പറഞ്ഞാൽ ചിലവർക്ക് അതൊക്കെ നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ടോന്ന് കരുതണേ. അധികം ലൈക്കും ഫോളോവേഴ്സും ഒന്നും ഇല്ല നമുക്ക്, അധികം സബ്സ്ക്രൈബേഴ്സും അങ്ങനെയൊന്നും ഇല്ല. എന്നാലും ഇൻഷാ അല്ലാഹ് എല്ലാവരും വെച്ചിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, വിജയിപ്പിക്കുക, കാണുക, അത്രേ. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ ചെറിയൊരു യാത്ര, അതുപോലെ തന്നെ ചെറിയൊരു കൂടിയിരുത്തങ്ങളൊക്കെ, അതിലൂടെ ഇസ്ലാമികമായിട്ടുള്ള സന്ദേശങ്ങൾ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഒരു കണ്ടന്റ്, ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങനെ ഒരു വീഡിയോസ് ഇങ്ങനെ താല്പര്യപ്പെടുന്നുണ്ട് അല്ലേ. ഒന്ന് രണ്ട് ആൾക്കാരിൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ അതായത് ഇപ്പൊ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടേണ്ട കാര്യങ്ങൾ, ഇസ്ലാമികരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മളങ്ങനെ കണ്ടന്റ് ആക്കിയിട്ടിടുമ്പോൾ അതൊരുപാട് ആളുകൾക്ക് ഉപകാരമാകുന്നുള്ളത്. പിന്നെ അറിയാൻ ചരിത്രങ്ങളായാലും ഹദീസുകളായാലും മസലകളായാലും ഒക്കെ നമ്മൾ ചർച്ച നടത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രൂപത്തിൽ നമുക്ക് നടത്തല്ലേ എന്നുള്ളത് ഒരു ചർച്ച വന്നു കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇടണമെന്നുണ്ട്, ആളുകളിലേക്ക് എത്തിക്കണം എന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പടച്ചോന്റെ ഒരു തൗഫീഖും നമ്മുടെ പ്രാർത്ഥനയും എല്ലാവരുടെയും സഹകരണമാണല്ലോ ഇതിൽ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് വേറെ ദിവസം ഇതുപോലത്തെ നല്ലൊരു വിശേഷങ്ങളായിട്ട് ഇൻഷാ അല്ലാഹ് കാണാം അല്ലേ. എല്ലാവരും അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഓക്കെ.